അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി കഫ വൽഹംദുലില്ലാഹി വഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി അഹ്ലി സ്സദ്ഖി വൽ വഫ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വാദി ത്വയ്ബ വാട്സപ്പ് കൂട്ടായ്മയിലെ സയ്യിദന്മാരെ, ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, കാരണവന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം, നമ്മുടെ ഈ കൂട്ടായ്മ നാളെ ആഖിറത്തിൽ ഉപകാരം ചെയ്യുന്ന ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു നമുക്ക് വിട്ട് പുറത്തു മാഫാക്കി തരട്ടെ. ശിഷ്ടകാലം അവൻ്റെ പൊരുത്തത്തിലും ത്വഅത്തിലുമായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, ഗുരുവേറ്റന്മാർ, നമ്മളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഒത്തൊരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, റമളാൻ സഹനം സമർപ്പണം എന്ന പ്രമേയത്തിൽ നടത്തുന്ന റമളാൻ ക്യാമ്പയിനിൽ റമളാനിന്റെ 3-ാമത്തെ ദിവസമായ ഇന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങളുമായി സംബന്ധിക്കാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് തന്നു. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നാം സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ ബീവിയുടെയും പുത്രി ഫാത്തിമ ബീവിയെ കുറിച്ചാണ്. പിതാവും മകളും, മാതാവും മകളും, മാതാപിതാക്കളും മകളും എന്നിങ്ങനെ 3 തരങ്ങളിൽ നോക്കിയാൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുണങ്ങളെല്ലാം ഒത്തുവന്നിട്ടുള്ള ഒരാളായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണങ്ങൾ അതുപോലെ സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ള, ഖദീജ ബീവിയുടെ ഗുണങ്ങളെല്ലാം ഉൾച്ചേർന്നിട്ടുള്ള അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അതോടൊപ്പം അവരുടെ ജീവിതത്തിലേക്ക് അലിയാർത്ഥങ്ങൾ കടന്നു വരികയും ചെയ്തപ്പോൾ ആ കുടുംബം ഏറെ പരിപൂർണമായി വർണ്ണാഭമായി മാറി. എങ്ങനെ നോക്കിയാലും പൂർണ്ണമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മക്കളിലേക്ക് വരുമ്പോൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആദർശത്തിൻ്റെയും വിശുദ്ധിയുടെയും ഉടമകളായിട്ടുള്ള രക്തസാക്ഷികളായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ. ഇങ്ങനെ ഒരാളെ നമുക്ക് ലോകത്ത് കാണുക അസാധ്യമാണ്. സർവാർത്ഥത്തിലും പൂർണ്ണമായിട്ടുള്ള ഒരു മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിക്ഷണത്തിലാണ് ഫാത്തിമ ബീവി വളർന്നത്. മക്കയിൽ പരമ്പരാഗതമായി ഏതെങ്കിലും പുതിയ കുട്ടി ജനിച്ചാൽ അവരെ വളർത്താനായി സമീപത്തുള്ള ഗ്രാമങ്ങളിലെ വളർത്തമ്മയുടെ അടുത്ത് അയക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊരു പതിവുണ്ടായിരുന്നു മക്കയിൽ. പക്ഷേ മക്കയിൽ രക്ഷിതാക്കളുടെ തണലുണ്ടായിരുന്നെങ്കിലും ഖുറൈശികളുടെ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്. എന്നിട്ട് പോലും ത്യാഗങ്ങൾക്കിടയിലും പരീക്ഷണങ്ങൾക്കിടയിലും ആത്മവിശ്വാസം കൈവിടാതെ ഉപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താങ്ങും തണലുമായി മഹദി നിലകൊണ്ടു. നിഴലില്ലാത്ത ഹബീബിന്റെ നിഴൽ പോലെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസഘട്ടങ്ങളിലും ഹബീബിന്റെ കൂടെ നിന്ന് പുണ്യനബിയെ സമാശ്വസിപ്പിച്ചു. ഫാത്തിമ ബീവിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയും സ്വഭാവ മഹിമയും നിറഞ്ഞവരായിരുന്നു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയിൽ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമായിരിക്കാം, എങ്കിലും ബർക്കത്തിന് വേണ്ടി പറയാം.
ഇതിനിടെ അംർ ബിൻ ഹിശാമും കൂട്ടാളികളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിൽ നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് സുജൂദിലായിരുന്ന പുണ്യപ്രവാചകന്റെ ശരീരത്തിലേക്കിട്ടു. അങ്ങനെ അവർ അട്ടഹസിച്ചും കളിയാക്കിയിട്ടും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂക്കി വിളിച്ചും അവർ പുണ്യനബിയെ ലഭ്യനാക്കിക്കൊണ്ടിരുന്നു. ഈ വാർത്ത മക്കയാകെ പരന്നു. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചെവിയിലുമെത്തി. ഫാത്തിമ ബീവി ഓടി വന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. പുണ്യനബിയുടെ ശരീരത്തിൽ നിന്ന് കുടൽമാല എടുത്തു മാറ്റുകയും അംർ ബിൻ ഹിശാമിനോടും കൂട്ടരോടും ദേഷ്യപ്പെടുകയും ശകാരിക്കുകയും ചെയ്തു. അന്ന് വളരെ ചെറുപ്പമാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയും അത്രത്തോളം വലിയ സ്വഭാവ മഹിമയും നിറഞ്ഞവരായിരുന്നു മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഇന്ന് ലോകത്ത് മാതാവിനെയും പിതാവിനെയും മനസ്സിലാക്കാതെ ജീവിക്കുന്ന മക്കൾക്ക്, പുതിയ യുഗത്തിൽ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് സ്വന്തം മാതാവ് ഏത്, സ്വന്തം പിതാവ് ഏത്, എങ്ങനെയാണ് മാതാവിനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പിതാവിനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സഹോദരിമാരോട് പെങ്ങന്മാരോട് പെരുമാറേണ്ടത് എന്നറിയാതെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൗമാരങ്ങൾ, ബാല്യങ്ങൾ, നമ്മുടെ ഈ യുവത്വം, ഇന്നത്തെ ജനറേഷനിടയിൽ അവർക്കെല്ലാം ജീവിതത്തിൽ മാതൃകയാക്കാൻ ഏറ്റവും വലിയ ഉദാത്തമായ മഹിളകൾക്ക് മാതൃകയാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. സ്വഭാവ മഹിമ കൊണ്ടും സൂക്ഷ്മത കൊണ്ടും ഇൽമ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും ലോകത്തേതൊരു സ്ത്രീക്കും പിൻപറ്റാവുന്ന മാതൃകാപരമായ ജീവിതം നയിച്ചവരായിരുന്നു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മാത്രമല്ല, കുടുംബിനികൾക്ക് കുടുംബം എങ്ങനെയാകണം, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ഭർത്താവിൻ്റെ പ്രയാസങ്ങളിൽ എങ്ങനെ സമാധാനം കൈക്കൊള്ളണം, ഭർത്താവിന് എങ്ങനെ സമാധാനം നൽകണം, ഏതൊരു പ്രയാസഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും തൻ്റെ ഭർത്താവായ അലിയാർ തങ്ങളുടെ കൂടെ എല്ലാ നിലക്കും എല്ലാവിധ സഹായ സപ്പോർട്ടുകളോടുകൂടെ നിന്നവരാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്ത് ഏറ്റവും വിഷമമുണ്ടാക്കിയ, എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഏറ്റവും വലിയ വഫാത്തായിരുന്നല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത്. എന്നാൽ ആ ഹബീബ് വഫാത്തായപ്പോൾ എല്ലാവരും തളർന്നുപോയി. ബിലാൽ ബിൻ റബാഹയെ പോലെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ അങ്ങനെ പലരും കരഞ്ഞുപോയി. ലോകം മൊത്തം കരഞ്ഞ നിമിഷമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനും ഏറെ സങ്കടം നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ആ നിമിഷം, പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ആ നിമിഷം. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന് ഏറെ സമാശ്വാസമുണ്ടായിരുന്ന, ചെറിയൊരു ഉള്ളിൽ ആശ്വാസമുണ്ടായിരുന്ന ഒരു രംഗം കൂടി അന്ന് ഉണ്ടായിരുന്നു. അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ നടത്തം, അതേ ഇരുത്തം, അതേ സ്വഭാവം, അതേ പെരുമാറ്റം ഹബീബ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാലും ഒരാളെ നോക്കി സമാധാനിക്കാൻ എനിക്കുണ്ട് എന്നുള്ള ചെറിയൊരു ആശ്വാസത്തിന്റെ ഒരു ഉറവിടം അലിയാർ തങ്ങൾക്കുണ്ടായിരുന്നു. അത് ഫാത്തിമ ബീവിയിലൂടെയായിരുന്നു മഹാനായ അലി റളിയല്ലാഹു അൻഹു ലഭിച്ചത്. എന്നാൽ ഹബീബിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയും ലോകത്തോട് വിട പറയേണ്ട സന്ദർഭം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചരിത്രമായിരിക്കാം, എല്ലാ ദിവസവും അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിക്കാറുണ്ട്. പക്ഷേ മരണത്തിനോടടുത്ത സമയം അന്നെന്തോ അലിയാർ തങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഫാത്തിമ ബീവി തിരക്കിട്ട ജോലിയിലാണ്. മക്കളെ കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടതായിട്ട് നടിച്ചിട്ടില്ല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ എന്താ നിങ്ങൾ മിണ്ടാത്തത്? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു,
ഞാനൊരു വിരുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാണ് മടക്കം? അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖിയാമത്ത് നാളാവുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല. ഷോക്കേറ്റതുപോലെ, ഇടിവെറ്റേറ്റതുപോലെ ഉള്ള മറുപടി. എന്ത് പറയണം, എന്താണ് തിരിച്ചു പറയേണ്ടത് എന്നറിയാതെ പരിഭ്രാന്തിയിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. അങ്ങനെ ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, എന്താണ് ഫാത്തിമ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളോട് ആരാണ് ഇത് പറഞ്ഞത്? അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റഅയ്തുൽ ബാരിഹത അബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ഞാൻ എൻ്റെ ഉപ്പാനെ കണ്ടു. എൻ്റെ ഉപ്പാനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് ഉപ്പ എന്നോട് പറഞ്ഞു, ഇന്നാ മുസ്താഖൂന ഇലാ ലിഖാഇക യാ ഫാത്തിമ. ഫാത്തിമ, നിങ്ങളെ കാണാൻ എനിക്ക് പൂതി പെരുത്തിട്ട് വയ്യ. നിങ്ങളെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. മുൻതളിറൂന ഇലാ ഖുദൂമിക്. നിങ്ങൾ എന്നിലേക്ക് കടന്നു വരുന്നത് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വപ്നത്തിൽ വന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ കാര്യം ഫാത്തിമ ബീവി പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ലോകത്തോട് വിട പറഞ്ഞ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹു മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഖബറടക്കം ചെയ്ത് മടങ്ങിപ്പോകുമ്പോൾ സഹിക്കവയ്യാതെ വേദന കടിച്ചമർത്തിക്കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, വഇന്ന ഇഫ്തിഖാദി ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദുമാ ഖലീലു. എൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിഞ്ഞതിൻ്റെ ശേഷം എന്നോട് പിരിഞ്ഞ എൻ്റെ പ്രിയ പത്നി മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു കാര്യം എനിക്കുറപ്പാണ്, ദലീലുൻ അലാ അല്ലാ യദുമാ ഖലീലു. ഒരു കൂട്ടുകാരനും ഈ ലോകത്ത് ബാക്കിയാവുകയില്ല. എത്ര സ്നേഹിച്ചവനായാലും എത്ര പ്രിയപ്പെട്ടവനായാലും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരുമെന്ന് അർത്ഥം വരുന്ന ആ കാവ്യം, ഇന്ന ഇഫ്തിഖാദി ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദുമാ ഖലീലു. ഒരു കൂട്ടുബന്ധവും ഒരു സ്നേഹബന്ധവും ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല. എല്ലാം വേർപിരിയാനുള്ളതാണ്. എല്ലാവരും വേർപിരിഞ്ഞാറടി മണ്ണിലേക്ക് ചേരാനുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, കൂട്ടിരിക്കലിനും കൂട്ടുപിടിക്കുന്നതിനും കേട്ടിരിക്കുന്നതിനും ഇങ്ങനെയുള്ള സ്നേഹമായ ഊഷ്മളമായ ബന്ധത്തിലും നമുക്ക് മാതൃകയുണ്ട്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹദിയായ മകളായ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയും കൂടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കൂടെ നാളെ സുവർലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.